ബൈ നമുക്ക് നേരിട്ടൊന്ന് സംസാരിച്ചാലും. ഇതൊരു ബിസിനസ്സാണ്. 5 കോടി 1 രൂപ പോലും കുറയില്ല. ഓക്കെ ആണെങ്കിൽ പറ, ഞാനൊന്ന് സംസാരിച്ചിട്ട് പറയാം. ഇല്ലെങ്കിൽ ഈ സാധനം ആന്റണി കൊടുത്താ ആന്റണി മൊത്തം പൈസ എനിക്ക് വരും. ബൈ ഞാൻ ലെമൻഡബിൾ പതറ്റിക്. നിങ്ങൾ കഴിക്കേ, മക്കള് കഴിക്കട്ടോ. ഹായ്. നീയായിരുന്നോ? ഞാൻ ആകെ പേടിച്ചു, ഇത് ആരാന്ന് മനസ്സിലാവാത്തോണ്ട്. നീ എങ്ങോട്ടാ മുങ്ങി നടക്കണത്? മുങ്ങി നടക്കുന്ന എന്റെ പൈസ എവിടെ? കുറെ നാളായല്ല. തരാം. എന്ന്? അടുത്ത ആഴ്ച കുറച്ച് പൈസ വരാനുണ്ട്, അപ്പൊ തരാം. നിനക്ക് എവിടെ നിന്ന് കിട്ടാനാ? നീ വേറെ ആരുടെയെങ്കിലും നീ വാങ്ങിച്ചോണ്ട് വാ. എനിക്ക് ഇപ്പോഴാണ് ആവശ്യം. ഇപ്പൊ തന്നെ തന്നേ പറ്റും. ഇനി സമയം തരാൻ പറ്റില്ല മോനെ. അങ്ങനെ പറയല്ലേ, അടുത്ത ആഴ്ച തരാം. സെറ്റ്. തിങ്കളാഴ്ച ഞാൻ വരും വീട്ടില്. തിങ്കളാഴ്ച വരരുത്, തിങ്കളാഴ്ച മോശം ദിവസമാണ്. വെള്ളിയാഴ്ച വന്നോ, വെള്ളിയാഴ്ച വന്നോ. സെറ്റ് സെറ്റ്, വെള്ളിയാഴ്ച സെറ്റ്. നല്ല കാറ്, ഒരാൾ ഉണ്ടെങ്കിൽ തള്ളിക്കൊണ്ടുവരണം. ഹായ്, പൈസ കിട്ടിയില്ലേ? ഇല്ലേ, പോയില്ലേ? ഞാനെവിടെ പോകാനാണ്? എടാ നിനക്ക് ഒരു പണിയില്ലടാ. നത്തിങ് ബ്രോ. അന്ന് എന്നോട് വാ. ഇല്ല. അപ്പൊ എന്റെ പൈസ മറക്കണ്ട. സെറ്റ് സെറ്റ്. മറന്നാ നീ കൂട്ടുകാരനാണെന്നുള്ള കാര്യം ഞാനും മറക്കും കേട്ടാ. ഓക്കെ, വെള്ളിയാഴ്ച സെറ്റ്. ബ്രോ ഒരു 500 രൂപ ഉണ്ടാവോ ക്യാഷ്? ഒന്ന് പോയേടാ അവിടെ നിന്ന്. ഓക്കെ സെറ്റ്, വെള്ളിയാഴ്ച പ്ലീസ്. ബോസ്, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? ഞാൻ കുറെ ആലോചിച്ചു. നമുക്ക് കിട്ടിയേക്കുന്ന ഒരു ഗോൾഡൻ ചാൻസ് ആണ്, വെറുതെ കളയണ്ട. 3.5 ചോദിക്കല്ലേ? സൂപ്പർ ബോസ്. ബോസ് എന്തിയടാ? ഒരു കാര്യം പറയാണ്ട്. ബോസ് പൊട്ടനാണോ? നിന്റെ കുടല് കയറി പുറത്തെടുത്ത് കടിച്ച് പറക്കും ഞാൻ. 50 ലക്ഷം കൂട്ടി ചോദിക്കാൻ എത്ര പേര് ആലോചിച്ചത്? ഒരു 2 കോടി കൂട്ടി ചോദിക്കും. 2 കോടിയോ? അതെ, 2 കോടി. അപ്പം 5 കോടി. അത് ഇത്തിരി കൂടുതലല്ലേ? ഇതാണ് ചാൻസ്. ഒരു വശത്ത് സാധനം പബ്ലിക്കിൽ ഇറങ്ങിയ ജീവിതം പോകുന്ന മന്ത്രി, മറുവശത്ത് ഇയാളെ ചവിട്ടി എങ്ങനെങ്കിലും ജയിക്കണം എന്നുള്ള മുന്നമല്ലേ. ഇതിനേക്കാൾ നല്ല ചാൻസ് ജീവിതത്തിൽ കിട്ടില്ല. ആലോചിച്ചോ. ഒരു വശത്ത് റൂളിംഗ് പാർട്ടി മന്ത്രി, അടുത്ത വശത്ത് അടുത്തവിടെ ജയിക്കാൻ പോണ മന്ത്രി. തട്ടിക്കളയടാ. ബോസ്, ജയപ്രകാശിനോട് 5 കോടി ചോദിക്ക്. തന്നില്ലെങ്കിൽ ആന്റണി വർഗീസിനെ വിളിച്ച് 5 കോടി തന്നാ തിരിച്ചു തരാന്ന് പറ. ആലോചിച്ച് നോക്ക്. ബോസ്, എവിടെ പോണ്? ഒന്ന് പ്ലാൻ ചെയ്ത് നോക്കട്ടാ. എന്റെ ഈശ്വര, ഇങ്ങനെ ഒരു ജന്തുവാണല്ലോ എന്റെ വയറ്റിൽ വന്ന് വീണത്. ഡ്രസ് എല്ലാം നിലത്ത്, ചെരുപ്പാണെങ്കിൽ ഇതേ കിടക്കയില്, പൗഡർ മാത്രം കറക്റ്റ് സ്ഥാനത്ത്. എടാ നീ കുളിച്ചില്ലേടാ? എണ്ണ തേച്ചില്ലേ? എന്നെ എണ്ണക്കുപ്പി അവിടെ ഇല്ലല്ലോ. നിനക്ക് എണ്ണ തേച്ച് കുളിച്ച എന്നാടാ? ഇനി നാളെ കുളിക്കാം. എന്ത്? ഇനി എണ്ണ തേച്ചേ നാളെ കുളിക്കാം. നിനക്ക് ഇതൊക്കെ ഒന്ന് നേരെ വെച്ച എന്നാടാ? അമ്മേ, ഒരു 500 തന്നെ നോക്കട്ടെ. അവിടെ മുകളിൽ ഉണക്കാനിട്ടിട്ടുണ്ട്, അതെടുത്തേ അമ്മ അച്ഛനോടുത്തേ കേട്ടാ. അടി 4 കഴുതയുടെ വയസ്സായി, ഇപ്പോഴും വീട്ടിൽ പൈസ ചോദിച്ചോണ്ടിരിക്കുന്ന ആണല്ലേടാ നിനക്ക്? അതെ, ചെറിയ അത്യാവശ്യമുണ്ട്, ഞാൻ പോയിട്ട് വരാം. ഉദ്ദേശമൊക്കെ വന്നിട്ടേ കേട്ടാ. എപ്പോ വരും? അറിയില്ല, വരാം. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരുവോ? ചിലപ്പോ ഉണ്ടാവും. ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് വന്നില്ലല്ലാണേ. അപ്പൊ കാണിച്ചു തരാം. അമ്മ ഞാൻ പോണ്ടാ.
ദേ അവനും വല്ല ചില്ലറയും കൊടുക്കുന്നേ. അമ്മ അച്ഛൻ 8ാം ക്ലാസ് നോക്കി തുടങ്ങി. എന്തിനാ ചേച്ചി? അയലണ്ട് അമ്മ ചാണകം പോനെ. അതിൽ ശരിക്കും ഒരുമിച്ച് ഓർക്കണേ. ദേ നിന്റെ കൂട്ടുകാരൻ അവിടെ കള്ളു കുടിച്ച് കിടന്ന് കളിക്കണുണ്ട്. ആര്? ടോണി. എവിടെ? ആ കള്ളു ഷാപ്പില്. ശ്ശേ, നല്ല കൂട്ടുകാരൻ. രാവിലെ തന്നെ. കാലത്ത് എന്നാ വെയില. അതിലെന്നാ വിലയാ? കിലോ 250.